വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ 5 മരണം, 7 പേരെ കാണാനില്ല. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയ്ക്കിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞ് 5 മരണം. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി, 7 പേരെ കാണാനില്ല. ഇവർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്കും പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ മുതൽ അതിതീവ്ര മഴയാണ് വയനാട്ടിൽ. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരെ സഹായിക്കാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമുള്ള സർക്കാരിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും എല്ലാ ഔദ്യോഗിക നീക്കങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആശ്വാസത്തിനായി അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖരായ മൈക്രോസോഫ്റ്റ് ആഗോളതലത്തിൽ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചു. തങ്ങളുടെ ആകെ ജീവനക്കാരുടെ 2.1% വരുന്ന 4800 പേർക്കാണ് തിങ്കളാഴ്ച കമ്പനി പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത്. മൈക്രോസോഫ്റ്റിന്റെ പ്രശസ്തമായ ഗെയിമിംഗ് വിഭാഗമായ എക്സ്ബോക്സിനെയും കൊമേഴ്ഷ്യൽ സെയിൽസ് വിഭാഗത്തെയുമാണ് ഈ നടപടി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. വയനാട് കള്ളാടിയിൽ ഉണ്ടായ ദാരുണമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നിൽ നിർമ്മാണ കരാറുകാരുടെ ഗുരുതരമായ വീഴ്ചയെന്ന മുഖ്യമന്ത്രി VD സതീശൻ. അപകട ഭീഷണി ഉയർത്തി കുന്നുകൂട്ടിയിട്ടിരുന്ന മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സർക്കാരിന്റെയും കർശന നിർദ്ദേശം കരാറുകാർ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ട ഈ മാസം 20-ാം തീയതി തന്നെ വയനാട് ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയും മണ്ണ് മാറ്റാൻ കർശന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ ജീവനക്കാരുടെ ഞെട്ടിക്കുന്ന മൊഴി വിവരങ്ങൾ പുറത്തുവന്നു. ഭക്തർ സമർപ്പിച്ച ലക്ഷക്കണക്കിന് രൂപ കവർന്ന് പ്രതികൾ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ കേസിൽ പിടിയിലായ 8 കൗണ്ടിംഗ് ജീവനക്കാരിൽ പ്രധാനിയായ അവിനാശ് ശുക്ലയാണ് പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയത്. ക്ഷേത്രത്തിലെ പണമെഴുന്ന ജീവനക്കാരുടെ സംഘത്തിൽപ്പെട്ട അവിനാശ് ശുക്ല ഒറ്റയ്ക്ക് 20 ലക്ഷത്തോളം രൂപയാണ് കാണിക്കയിൽ നിന്ന് കവർന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച പുനഃസംഘടനയെ ചൊല്ലി പഞ്ചാബ് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. നിലവിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ നേതൃത്വത്തിലുള്ള അതൃപ്ത വിഭാഗം രംഗത്തെത്തിയതോടെ പാർട്ടി വീണ്ടും ഒരു പിളർപ്പിന്റെ നിഴലിലാണ്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പുതിയ ഭാരവാഹികളുടെ പട്ടികയോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച ചന്നി പക്ഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. താരസംഘടനയായ അമ്മയിൽ ഭരണപരമായ അനിശ്ചിതത്വം മുറുകുന്നു. രമേശ് പിഷാരടി കൺവീനറായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം മുൻസിഫ് കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതോടെ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള പഴയ ഭരണസമിതി വീണ്ടും സംഘടനയുടെ പൂർണ്ണ ചുമതലകളിലേക്ക് തിരിച്ചെത്തുകയാണ്. നിയമപരമായ പ്രതിസന്ധികൾ മറികടക്കാൻ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം അംഗങ്ങൾക്കിടയിൽ ശക്തമാണ്. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ചിരവൈരികളായ സ്പെയിനിനോട് എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെട്ട പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇഞ്ചുറി ടൈമിൽ പിറന്ന നാടകീയ ഗോളിലാണ് സ്പാനിഷ് പട വിജയമുറപ്പിച്ചത്. ഇതോടെ കരിയറിലെ 6ാം ലോകകപ്പ് കിരീടമെന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആജീവനാന്ത സ്വപ്നമാണ് മൈതാനത്ത് പൊലിഞ്ഞത്. മത്സരത്തിന് ശേഷം മൈതാനത്ത് വികാരാധീനനായി പൊട്ടിക്കരയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ദൃശ്യം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് നോവായി മാറി. ഈ ലോകകപ്പോടെ രാജ്യാന്തര ഫുട്ബോൾ നിന്ന് വിരമിക്കുമെന്ന 39-കാരനായ താരം പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരാക്രമണം. സിയാറത്ത് ജില്ലയിലെ മാങ്കി ഡാം പ്രദേശത്തെ പോലീസ് പോസ്റ്റിലായിരുന്നു സംഭവം. 9 പോലീസുകാർ കൊല്ലപ്പെട്ടതായി സിയാറത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ അബ്ദുൾ ഖുദൂസ് അജക്സായി സ്ഥിരീകരിച്ചു. 5 പേരെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.
ചൈനയുടെ തെക്കൻ പ്രവിശ്യകളിൽ കനത്ത നാശം വിതച്ച് മെയ്സാക് ചുഴലിക്കാറ്റ്. കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും അപകടങ്ങളിലും പെട്ട തെക്കൻ ചൈനയിൽ 2 പേർ മരിച്ചു. കനത്ത മഴയെ തുടർന്ന് ഡാമുകൾ തകരുകയും 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.